ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിന് പുറമെ 12 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ഹേമമാലിനി, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ശോഭ കരന്തലജെ തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖ ആളുകൾ. ബൽറാം നെടുങ്ങാടി മറ്റു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തത്സമയം. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഡൽഹിയൊക്കെ ശാന്തമാണെന്ന് കരുതുന്നു, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഡൽഹി വളരെ ശാന്തമാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഡൽഹി എത്തുന്നതേയുള്ളൂ. മെയ് 25-നാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ പ്രചരണമൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളൂ. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ 89 മണ്ഡലങ്ങളിലാണ് നിശ്ചയിച്ചത് എങ്കിലും മധ്യപ്രദേശിൽ ബേത്തുൽ മണ്ഡലത്തിലെ BSP സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് ആ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് 88 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ നിരവധി പ്രമുഖർ, കേന്ദ്രമന്ത്രിമാരടക്കം ലോക്സഭാ സ്പീക്കർ ഓം ബിർള, നടി ഹേമ മാലിനി, കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അടക്കമുള്ള നിരവധി പേർ മത്സരരംഗത്തുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷ്, കൂടാതെ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മുൻ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അടക്കമുള്ള നിരവധി പേർ മത്സരരംഗത്തുണ്ട്. അതിൽ ശ്രദ്ധേയമായ മത്സരം എന്നുള്ളത് രാജസ്ഥാനിൽ തന്നെയാണ്. കേരളത്തിൽ 20 സീറ്റുകൾ മത്സരം നടക്കുമ്പോൾ കർണാടകയിൽ 14-ഉം രാജസ്ഥാനിൽ 13 സീറ്റുകളിൽ മത്സരം നടക്കുന്നുണ്ട്. ഇതിൽ 9ഓളം സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെയാണ് മണിപ്പൂർ, ജമ്മു കശ്മീരിലെ ഒരു സീറ്റ് ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഇടങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ വോട്ടെടുപ്പിന് മുമ്പായി ഒരുക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മണിപ്പൂരിൽ പ്രത്യേകിച്ച് ഒന്നാം ഘട്ടത്തിൽ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി.